വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൊതിച്ചോറ് ഞാനപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോഷ്യൽ മീഡിയയിൽ സ്ഥിരം കാണുന്ന ഒരു ഐറ്റമാണ് പൊതിച്ചോറ്, എസ്പെഷ്യലി റീൽസിലും ഷോർട്സിലൊക്കെ. അപ്പോഴേ കാണുമ്പോഴേ നമുക്ക് വായിൽ ഇങ്ങനെ വെള്ളം വരും അല്ലേ. അപ്പോൾ ആ ഒരു കൊതി കൊണ്ടാണ് ഞാൻ വേഗം സെറ്റാക്കാമെന്ന് വിചാരിച്ചത് പൊതിച്ചോറ്. പൊതിച്ചോറിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കറികൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് നോക്കാം. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് മോരുകറിയാണ്. മോരുകറി പച്ചക്കായ ഇട്ടിട്ടാണ് ഞാൻ മോരുകറി ഉണ്ടാക്കിയത്. ജസ്റ്റ് ആദ്യം ഒരു പ്രഷർ കുക്കർ എടുക്കുക, അതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള പച്ചക്കായ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസിലിന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ കുറച്ച് നാളികേരം, അതിലേക്ക് കുറച്ച് ജീരകം ഇടുന്നുണ്ട്. ചെറിയ ജീരകമാണ് കേട്ടോ. അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കായയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കാം. അതുപോലെ പുളിയുള്ള തൈരാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അഥവാ നിങ്ങളുടെ കയ്യിലുള്ള തൈരിന് പുളി ഇല്ലെങ്കിൽ കുടംപുളിയോ അല്ലെങ്കിൽ നമ്മളെ വാളംപുളിയുടെ വെള്ളമില്ലേ, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അരപ്പ് ഒന്ന് നല്ലോണം തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തൈര് ചേർത്ത് കൊടുത്തു. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കാം. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുവേണ്ടി ചെറിയൊരു പാൻ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഉലുവ ഇടുക. അതിനുശേഷം ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് താളിപ്പ് നേരെ കറിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മൾ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കെപ്പോഴും മോരുകറി കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം, കുറുകിയിരിക്കണം. മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി ഇല്ലാതെ എന്ത് പൊതിച്ചോറല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കാം. എന്നിട്ട് ഉണക്കച്ചെമ്മീൻ കഴുകി വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ചുവന്നുള്ളി, 2 കഷ്ണം പുളിയുടെ, അതായത് നമ്മളെ വാളംപുളിയില്ലേ, സാമ്പാർ പുളി, അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് പാകത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്തു കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചിട്ടില്ല. ചെമ്മീൻ ചമ്മന്തിക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ മീൻകറി, അതായത് അതിൻ്റെ അരപ്പ് തിളയ്ക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ തൃശ്ശൂർ സ്റ്റൈൽ മീൻകറിയാണ്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളത്. ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവർ അത് കാണാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു മീൻകറി ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ഫിഷ് കറിൻ്റെ റെസിപ്പി മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് വീണ്ടും ചെമ്മീൻ ചമ്മന്തിയിലേക്ക് പോവാം. ചെമ്മീനൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ ഉണക്കമുളകും ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ചമ്മന്തി പൊടിച്ചെടുക്കാം. എന്നിട്ട് ഒരു ബൗളിലിട്ടിട്ട് നല്ല ഉരുളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. ഓംലെറ്റിന് വേണ്ടിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക് നല്ലോണം കുനുകുനാന്ന് അരിഞ്ഞിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പാന് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല നെയ്യുള്ള മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ അത് മസാലയൊക്കെ തേച്ചിട്ട് വറുത്തു. കുറച്ചധികം നേരം ഞാൻ മസാല തേച്ച് വെച്ചു കേട്ടോ. ഈ മത്തി ഫ്രൈ ചെയ്യുന്ന സമയത്ത് കറിവേപ്പില, അതുപോലെ പെരുംജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മത്തി തന്നെ വറുത്തിട്ട് നിങ്ങൾക്ക് പൊതിച്ചോറിൽ വയ്ക്കണമെന്നൊന്നുമില്ല. പക്ഷെ മത്തി വറുത്ത് വെച്ചാൽ ഒരു പ്രത്യേക രുചിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. മത്തി നല്ലോണം വറുത്ത് വരുന്ന സമയത്ത് നമുക്ക് വേറെ പാനിൽ മുട്ട പൊരിക്കാം, അതായത് ഓംലെറ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു ബാറ്റർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. അതുപോലെ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മീതെയും കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ തിരിച്ചിട്ട് കൊടുക്കാം. മത്തി ഇവിടെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ഐറ്റംസ് മാത്രമല്ല, കുറച്ചും കൂടി വിഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ ഐറ്റംസ് നോക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ല മോരുകറി പച്ചക്കായിട്ടിട്ടുള്ള, പിന്നെ ചെമ്മീൻ ചമ്മന്തി, ഉണക്ക ചെമ്മീൻ ചമ്മന്തി,
പിന്നെ അച്ചാർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, അമ്മ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചതാണ് കേട്ടോ. പിന്നെ ഉള്ളത് നല്ല മീൻകറി, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള നല്ല മീൻകറി, മീൻ വറുത്തത്, അവിയൽ, പിന്നെ ഓംലെറ്റും. ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ടില്ല, ഉപ്പേരിക്ക് പകരമാണ് അവിയൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വാഴയില എടുക്കാം. നല്ല ഫ്രഷ് വാഴയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം വാട്ടിയെടുത്തു. എന്നിട്ട് ഓരോന്നായിട്ട് വിളമ്പി കൊടുത്തു കേട്ടോ. എനിക്ക് ഏട്ടനും കൂടി ഒരു പൊതിച്ചോറ് ഇതാക്കിയത്, അതാണ് ഇത്ര ക്വാണ്ടിറ്റി ചോറ് വിളമ്പി. അതിന് മീതെ മീൻ വറുത്ത വെച്ചു, പിന്നെ ഉണക്കച്ചമ്മീൻ ചമ്മന്തി വെച്ചു, പിന്നെ അവിയൽ, മോരുകറി, മീൻകറി, പിന്നെ അച്ചാറും. ഇനി ഇല വളരെ ശ്രദ്ധയോടെ നമുക്ക് പൊതിഞ്ഞെടുക്കാം. താഴെ ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനത് ഇതിൽ വിട്ടുപോയി. പിന്നെ രണ്ടാമത്തെ പൊതിച്ചോറും പൊതിഞ്ഞു, നല്ലോണം കെട്ടി സെക്യൂർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളിത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പൊതിച്ചോറ് തുറന്നു നോക്കിയത്, അത് കഴിക്കാതിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല, കാരണം ഇത് കഴിക്കാത്തവരിനി ആരും ഉണ്ടാവില്ല, അത് വേറൊരു കാര്യം. പക്ഷെ വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നാട്ടിലെല്ലാവരും വീട്ടിൽ വാഴയില ഉണ്ടാവുന്നതല്ലേ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് വിഭവമായാലും മതി, അത് ഇങ്ങനെ വാഴയിലയിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണണം. താങ്ക്